ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാനാണ് ഗാജിദ്. എൻ്റെ ഫ്രണ്ട് ഗൗരിയുടെ മാമൻ്റെ വക കാഞ്ഞൂർ അമ്പലത്തിലേക്ക് കോല ഉണ്ടായിരുന്നു. ജനുവരി 4-നായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അമ്പലത്തിൽ വഴിപാട് നടത്തിയതിൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടി പോകുകയാണ് ഞങ്ങൾ 4 പേര്. ഏവൂർ അമ്പലത്തിലാണ് പോകുന്നത്. ഞങ്ങൾ അകത്ത് കയറി തൊഴുതിട്ടിറങ്ങി. ഗൗരി അവിടെ വന്നവർക്കെല്ലാം പ്രസാദം കൊടുക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് വന്നപ്പം അവിടെ ഒരു ഫ്രണ്ട് വന്നു, അവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവളായിട്ട് സംസാരിച്ചു. എന്നിട്ട് പിന്നെയും ബാക്കിയുള്ളവർക്ക് പ്രസാദം കൊടുത്തു. അത് കഴിഞ്ഞ് പായസം കൊടുത്തു. പിന്നെ അവളായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു. ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കഞ്ഞി കൊടുക്കാൻ തുടങ്ങി. ഇവിടെയാണ് കോലം ഒരുക്കുന്നത്. അതാരെയും കാണിക്കില്ല. നമ്മൾ കോലം ഒരുക്കുന്നത് കാണരുതെന്നാണ്. അതുകൊണ്ട് ആ 4 സൈഡും കവർ ചെയ്തേക്കുവാണ്. ഇവിടെയാണ് പാചകം നടക്കുന്നത്. പാചകത്തിന് വേണ്ടി കൊടുത്തേക്കുന്ന സ്ഥലം ഇതാണ്. ഇപ്പോൾ വൈകിട്ടത്തേക്കുള്ളതാണ് അവർ വെക്കുന്നത്. ഇവിടെ പായസം വെക്കുന്നു, അവിടെ സാമ്പാർ വെക്കുന്നു. അങ്ങനെയൊക്കെ അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുവാണ്. ഇത് കോലം വരയ്ക്കുവാണ് ഇവിടെ. ഞാൻ CCTV വഴി എടുത്തതാണ്, അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. 3 കോലമാണുള്ളത്. അതിന് വേണ്ടിയുള്ള മാല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൂജയ്ക്കുള്ള പൂ വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടെ വന്നു. കോലത്തിൻ്റെ കൂടെ താലപ്പൊലി പോകുന്നുണ്ട്. അതിനുവേണ്ടി ഒരു 30 താലം ഞങ്ങൾ ശരിയാക്കുന്നുണ്ട്. താലത്തിന് വെക്കാനുള്ള തിരി അവിടെ അമ്മമാർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അവരൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. 3 കോലത്തിനും ഇടാനുള്ള മാലയുടെ കൂടെ ഒരുക്കി വെച്ച താലവും കൂടി വെച്ചു. പിന്നെ വേറൊരു താലം കാണുമല്ലോ, കുങ്കുമം സെറ്റ് കരിവളയൊക്കെ ആയിട്ട്. പിന്നെ അഷ്ടമംഗല്യം എടുക്കാൻ വേറൊരാളുണ്ട്. വൈകിട്ടൊക്കെ ആയപ്പം ലൈറ്റൊക്കെ ഇട്ടു. ഇതാണ് വീട്. 5 മണിയൊക്കെ കഴിഞ്ഞപ്പം കോലമൊക്കെ ഒരുക്കി കഴിഞ്ഞു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുവാണ്. പൂജയുടെ സമയമായപ്പം അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഭയങ്കര ആളായിരുന്നു. 3 കോലത്തിനും പൂജ ചെയ്യുവാണ്. അവിടെ കോലം ഒരുക്കിയ ആൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്. ഇനി കോലം എന്തോന്നറിയാത്തവർക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കാഞ്ഞൂർ അമ്പലത്തിൽ 10 ദിവസത്തെ ഉത്സവത്തിൽ 9ാം ഉത്സവത്തിനും 10ാം ഉത്സവത്തിനും നടത്തുന്ന കാഞ്ഞൂരമ്മയുടെ പ്രിയപ്പെട്ട വഴിപാടാണ് കോലം വര. ജനുവരി 3 പടിഞ്ഞാറക്കരയുടെയും ജനുവരി 4 കിഴക്കേക്കരയുടെയും വകയായിട്ടാണ് കോലം വഴിപാട് നടത്തുന്നത്. പൂജയ്ക്ക് ശേഷം ഉള്ളതാണ് ഈ കാണുന്നത്. എല്ലാവരും തൊഴാൻ വേണ്ടി വന്നതാണ്. ഒരു ഭാഗത്ത് ഭജന നടക്കുന്നുണ്ട്, പിന്നെ ഒരു ഭാഗത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഴ തുടങ്ങിയത്. ഭയങ്കര മഴയായിരുന്നു. അങ്ങ് നിൽക്കാൻ വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ മാറി താലെടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒക്കെ മഴ കുറഞ്ഞായിരുന്നു. 9 മണി 9:30 ആകുമ്പം കോലം എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നാലും ഒരു 10 മണി വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ 11 മണി 12 മണി ഒക്കെ കഴിഞ്ഞ് 1 മണിയായപ്പോഴാണ് കോലം എടുക്കാൻ വന്നത്. കാരണം അവർ അത്രയും ദൂരത്തുനിന്ന് നടന്നല്ലേ വരുന്നത്.
നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഉറക്കമായിരുന്നു, മിക്കവരും ഉറക്കമായിരുന്നു. പിന്നെ മേളം കേട്ടപ്പോഴാണ് എല്ലാവരും എണീറ്റത്. കോലം എടുക്കാറായപ്പോഴത്തേക്ക് പിന്നെയും മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു വന്നാൽ വണ്ടിയിൽ പോവാം, ലാസ്റ്റ് അമ്പലമാകുമ്പം നമുക്ക് താലമായിട്ട് കയറാമെന്ന്. പക്ഷെ എല്ലാവരും പറഞ്ഞു താലമായിട്ട് പോവാം, അങ്ങനെയാണല്ലോ നമ്മൾ കോലം കൊണ്ടുപോകേണ്ടത്. അപ്പം എല്ലാവരും പിന്നെ തിരി കത്തിച്ചു, താലെടുക്കാൻ റെഡിയായി. കോലം ഇറങ്ങാൻ തുടങ്ങിയ ശേഷം താലപ്പൊലി ഫ്രണ്ടിൽ പോയി ഞങ്ങളോട് റോഡിൽ നിന്നോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ താലപ്പൊലി നേരത്തെ പോയിട്ട് ഞങ്ങൾ 2 സൈഡായിട്ട് തിരിഞ്ഞു. താലത്തിൻ്റെ കൂടെ തന്നെ താലം പോകണമെന്നാണ്. അപ്പം കോലം പോകുന്ന സ്പീഡിൽ തന്നെ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. കാഞ്ഞൂർ അമ്പലത്തെപ്പറ്റി പറയുമ്പം ദുർഗാദേവിയാണ് അവിടുത്തെ പ്രധാന ദേവത. ഉപദേവതകളായിട്ട് ശ്രീഭദ്ര, ശാസ്താവ്, യക്ഷിയമ്മ, വീരഭദ്രൻ, അങ്ങനെ തെക്കേ കാവിലെ ചിത്രകൂടവും വടക്കേ കാവിലെ നാഗരാജാവും നാഗയക്ഷിയും ഒക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ് കാഞ്ഞൂർ ദുർഗാദേവി ക്ഷേത്രം. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി എന്ന് പറയുവാണെങ്കിൽ കാഞ്ഞൂർ അമ്പലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കാവും കാടും ഒക്കെ ആയിരുന്നു. കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു സമയത്തെ വാസസ്ഥലമായിരുന്നു അവിടെ. അന്ന് അത്രയും വലിയ വനമായതുകൊണ്ട് ആൾസഞ്ചാരങ്ങളൊന്നും ഇല്ലെങ്കിലും യക്ഷിയുടെ ശല്യം കാരണം നാട്ടുകാർ അന്നത്തെ പ്രമാണിയായ കാഞ്ഞൂർ വല്യത്താൻ്റെ സഹായത്തോടെയാണ് അവിടെ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പണിത് ഉയർത്തിയതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഞ്ഞൂർ അമ്പലം. അഷ്ടമംഗലം എടുക്കുന്നത് ഗൗരിയുടെ അമ്മയാണ്, പിന്നെ താലം എടുക്കുന്നത് ഗൗരിയുടെ കുഞ്ഞമ്മയാണ് കേട്ടോ. പിന്നെ അവിടെ അടുത്ത് തന്നെ വേറൊരു കോലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കോലം കൂടെ എടുത്തിട്ടാണ് ഓരോ സ്ഥലത്തു നിന്നും കോലം എടുത്തെടുത്താണ് പോകുന്നത്. കാഞ്ഞൂർ അമ്പലം നമ്മുടെ ഈ ഊരിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. അവിടുന്ന് കാഞ്ഞൂർ വരെ നമ്മൾ നടന്നാണ് പോകുന്നത്. അങ്ങനെ 3 വീട്ടിലെ കോലമായിട്ടാണ് പോയത്. 9 കോലം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ നല്ല മഴയായതുകൊണ്ട് ഒരിടത്ത് കയറി നിൽക്കുവാണ്. ഇത്രയും നേരം ചാറിയതേ ഉള്ളായിരുന്നു, അപ്പോൾ തീ തെറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, ഇപ്പോൾ ഒട്ടും പറ്റില്ല. കാഞ്ഞൂർ അമ്പലത്തിൽ നമ്മുടെ കോലം കയറുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇത്ര എടുത്തിട്ട് അതെടുക്കാൻ പറ്റില്ല, അതുപോലെ മഴയായിരുന്നു. ആ മഴയത്താണ് താലമായിട്ട് വന്നത്. അപ്പം വെള്ളം ആ തീയിലോട്ട് വീഴുമ്പം തീ തെറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ക്യാമറ ഞങ്ങളുടെ കസിൻ്റെ കൊടുത്തേക്കുമായിരുന്നു. കോലം കയറുന്ന സമയമായപ്പം ഞാൻ പുള്ളിയെ കണ്ടില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. കോലം അമ്പലത്തിൽ വന്നപ്പം 4 മണിയായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പം 4:30 ആയി കേട്ടോ. അമ്പലത്തിൽ നിന്ന് അഷ്ടമംഗല്യം എടുത്തവർക്ക് പട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അതാണിത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.